ഈ ക്യാമ്പിൽ ഓഫീസർമാരിൽ നിന്ന് മർദ്ദനമേറ്റു എന്നുള്ള പരാതിയൊക്കെ പുറത്തു വരുന്ന കുട്ടികളും പറയുന്നുണ്ട്, പുറത്തെത്തുന്ന കുട്ടികളും പറയുന്നുണ്ട്. അപ്പോഴെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുകയാണ്. അതാണ് ഈ രക്ഷിതാക്കളെ, അവർക്ക് സ്വാഭാവികമായും കുട്ടികളുടെ കാര്യമാണ്, അവർക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു മറുപടി കിട്ടേണ്ടതുണ്ട്. അതുണ്ടാവുന്നില്ല എന്നുള്ള ഘട്ടം വന്നതോടുകൂടിയാണ് ഈ പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് മാറിയത്. ഗേറ്റ് അടച്ച് പുറത്തെത്തിയ രക്ഷിതാക്കളെ പോലീസ് ഉൾപ്പെടെയുള്ളവർ തടഞ്ഞിരുന്നു. പക്ഷേ ആ ഗേറ്റ് തള്ളി തുറന്ന് അവർ ഇപ്പോൾ സ്കൂളിനകത്തേക്ക്, ഈ കോളേജിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെയും വലിയ പ്രതിഷേധമുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുന്നു. അമൽ സുരേന്ദ്രൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആശുപത്രിയിലുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. വലിയ ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടവരാണ് കുട്ടികൾ. 70-ലധികം കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ അതിനകത്തേക്ക്, ചില രക്ഷിതാക്കൾ കടന്നിട്ടുണ്ട്. അവരവിടെ തങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് എത്തുന്നത്. ഈ രക്ഷിതാക്കളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും അവർക്ക് അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുറെ വെള്ളം കലക്കി തരുമാ കടിച്ചാ ഉണ്ട്. ഇങ്ങനെ പറയാനൊന്നും പറ്റൂല. ഇവരെല്ലാം നോക്കണ, ഇവരുടെ ആൾക്കാർ തന്നെ, ഒന്നും പറയാൻ പറ്റൂല. ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള പരാതികളാണ് ഉണ്ടാകുന്നത്. ഈ കുട്ടികൾക്കെല്ലാം നേരെ ഉണ്ടായത് ശക്തമായ ആക്രമണം തന്നെയായിരുന്നു. ഇവിടെ ഈ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട സേനാ അധികാരികളാണ്, ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള NCCയിലെ സേനാ അധികാരികളാണ് കുട്ടികൾക്ക് നേരെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളും നാട്ടുകാരും പോലീസുകാരും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് സ്ഥിതി ശാന്തമാക്കി തുടരുവാൻ സാധിക്കുന്നില്ല. മാതാപിതാക്കൾ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് ശക്തമായിട്ടുള്ള പോലീസും കയ്യങ്കളിയാണ് ഉണ്ടാകുന്നത്. പോലീസും നാട്ടുകാരും തമ്മിലുള്ള കയ്യങ്കളിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിതി കുറെ കൂടി രൂക്ഷമായി തുടരുകയാണ്. ഇവിടെ ഇപ്പോൾ കുട്ടികളെല്ലാം ഏതാണ്ട് ഇവിടെ നിന്ന് മാറിയ സ്ഥിതിയിലുമാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈ കോളേജിന്റെ നടുത്തളത്തിൽ മാതാപിതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് നടക്കുന്നത്. ക്യാമ്പ് ഇതിനോടകം പിരിച്ചുവിട്ടിട്ടുണ്ട്. കുട്ടികളുമായി രക്ഷിതാക്കൾ മടങ്ങുന്നതൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ കോളേജിനകത്ത് കുട്ടികളുണ്ടോ? കുട്ടികൾ തുടരുന്നുണ്ടോ അമൽ? ഒറ്റടി മോത്തിട്ട് കടിച്ചിട്ടുണ്ട് സാബ്. ഒരാവശ്യമില്ലാണ്ട് വെറുതെ മോത്തിട്ടാന്ന് അടിക്കും. എന്റെ മാത്രമല്ല കുറെ പിള്ളേരുടെ മോത്തിട്ട് കടിച്ചിട്ടുണ്ട്. ഒരാവശ്യമില്ലാണ്ട് വെറുതെ മോത്തിട്ട് കടിക്കും. ആ സാബ് താടിയുടെ സാബൊക്കെ വന്ന്